അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു ചോക്ലേറ്റ് ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ചോക്ലേറ്റ് ടീ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് മൈക്രോവേവിൽ വെച്ചിട്ടാണ്. അതും 10 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എഗ് ബീറ്റർ ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ. സാധാരണ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മൈക്രോവേവിൽ വെച്ച് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കുകയാണ്. വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് ഈ കേക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനായി നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബ്ലെൻഡറാണ് വേണ്ടത്. അതിലേക്ക് 3 മീഡിയം സൈസ്ഡ് മുട്ടയാണ് എടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ട ബ്ലെൻഡറിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതിനായി ആദ്യം 1/2 കപ്പ് ചേർത്ത് എഗ്ഗ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത 1/2 കപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഫോം ചെയ്യാത്ത രീതിയിൽ ഡിഫറെൻറ്റ് ബാച്ചസ് ആയി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ബാറ്റർ ആദ്യം ഗ്രീസ് ചെയ്ത് വെച്ച ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൈക്രോവേവിലേക്ക് മാറ്റാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന മൈക്രോവേവിൻ്റെ പവർ 800 വാട്ട്സ് ആണ്. ഞാനിത് ആദ്യം 7 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. പവർ വെക്കുന്നത് മീഡിയമിലാണ്. 7 മിനിറ്റ്സ് ആണ് ഞാൻ ആദ്യം വെക്കുന്നത്. അപ്പോൾ 7 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്കൊന്ന് കേക്ക് റെഡിയായോ നോക്കാം. കേക്ക് കുറച്ചുകൂടി റെഡി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് വരെ സെറ്റ് ചെയ്ത് വെക്കാം. സെയിം പവറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ 3 മിനിറ്റ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇതാ. നമുക്കിതിൻ്റെ സെൻറ്ററൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ടോ നോക്കാം. അതിനൊരു ടൂത്ത് പിക്ക് വെച്ച് ഞാൻ കുത്തി നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ടൂത്ത് പിക്കൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്ന് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനായി നമുക്ക് സൈഡൊക്കെ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഗ്ലാസ് ബൗൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 10 മിനിറ്റ് കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എൻ്റെ മൈക്രോവേവിൻ്റെ പവറിനനുസരിച്ചിട്ടാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തത്. എൻ്റെ മൈക്രോവേവിൻ്റെ പവർ 800 വാട്ട്സ് ആണ്. ഇതിലും കൂടുതൽ പവറുള്ള മൈക്രോവേവിന് ഇത്രയും ടൈം വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ മൈക്രോവേവിൻ്റെ പവറിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ടൈം സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ടീ കേക്ക് ഇവിടെ വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ലൈസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇവിടെ നമ്മുടെ സോഫ്റ്റ് ചോക്ലേറ്റ് ടീ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നോർമലായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ട് കോഫിയുടെ കൂടെയോ ടീയുടെ കൂടെയോ കഴിക്കാം. അതല്ല നമുക്ക് കുറച്ചും കൂടിയും ചോക്ലേറ്റി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഹോട്ട് ചോക്ലേറ്റ് സോസ് ഒഴിച്ചിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം.
ഇനി ഇത് നിങ്ങൾക്കൊരു ഡെസേർട്ടായിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വാനില ഐസ്ക്രീം യൂസ് ചെയ്തിട്ട് നല്ലൊരു സൂപ്പർ ഡെസേർട്ടായിട്ടും ഇത് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.